ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിക്ക് പോയ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എൻ്റെ എൻട്രൻസിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ ഇതെന്തിൻ്റെ വീഡിയോ ആണ്? അത് തന്നെ, ഇത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ കേട്ടോ. ഈ വീഡിയോ ഇച്ചിരി ലെന്തിയാണ്. ഞാൻ മാക്സിമം ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇത് കൂടുതലൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാം ഒത്തിരി ആൾക്കാർ ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോയപ്പോഴത്തെ വീഡിയോ ആണെന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജിൽ ചെന്നു. നമ്മളിവിടുന്ന് അബുദാബിയിൽ നിന്ന് എനിക്കൊന്നൊരു 4 o'clock കഴിഞ്ഞ് എന്നെങ്കിലും നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നു 6 o'clock കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടാകും. അങ്ങനെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഇട്ട് നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജിലേക്ക് നമ്മൾ ഹാപ്പിനെസ് ഗേറ്റിൽ കൂടെ കയറിപ്പോയത് കേട്ടോ. പല പല ഗേറ്റ് ഉണ്ട് ഗ്ലോബൽ വില്ലേജിന്. നമ്മൾ കയറി എൻട്രൻസ് ഹാപ്പിനെസ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് ആയിരുന്നു. അവിടെ എൻട്രൻസിൽ ചെന്ന് നമ്മുടെ എൻട്രൻസ് ഫീസൊക്കെ ഓൺലൈൻ വഴി നമുക്ക് പേ ചെയ്യാം. അവിടെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട്. QR കോഡ് കൊടുത്തത് വഴി ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ബാഗ് ഉണ്ടായിരുന്നു. ബാഗൊക്കെ സ്കാനിങ്ങിനും കയറ്റി നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോഴേ ഹാപ്പിനെസ് ഗേറ്റ് വഴി കയറുമ്പോഴേ കാണുന്ന കൺട്രി അത് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്നുള്ള പേര് കാണുമ്പോഴും ഇന്ത്യ എന്ന് കാണുമ്പോഴും വരുന്നൊരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ ആസ് എ ഇന്ത്യൻ. എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എന്തൊരു പ്രൗഡ് ഫീലായിരുന്നെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പവലിയൻ എന്നാ വലിയൊരു പവലിയനായിരുന്നു അറിയാം. എനിക്കൊന്ന് അവിടുത്തെ ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും വലിയ എന്താ പറയുന്നത് പവലിയൻ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു. തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം ഞാൻ കണ്ടതിൽ. പക്ഷേ എല്ലാ കൺട്രീസൊന്നും കണ്ടില്ല. പക്ഷേ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ പവലിയൻ ഇന്ത്യയുടെ ആയിരുന്നു കേട്ടോ. അത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ. ഒത്തിരി രാജ്യക്കാർ വന്ന് വിസിറ്റ് ചെയ്ത് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇന്ത്യ കഴിഞ്ഞ് ഇന്ത്യ നമുക്ക് അതിനകത്തുനിന്ന് എന്ത് വാങ്ങിക്കാനല്ലേ, നമുക്കിതെല്ലാം ഉള്ളതല്ലേ. അവിടെയൊക്കെ കണ്ടു തീർത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കയറിയത് ഇറാൻ്റെ പവലിയനിലായിരുന്നേ. അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മളധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോഴേ ഈ ഒരു സാധനം കണ്ട് ഇങ്ങനെ ഒത്തിരി കളിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടാൽ തല കറങ്ങും. എനിക്ക് പണ്ട് തൊട്ട് ഇമാതിരി സാധനങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ തല കറങ്ങുവേ. ഇത് കണ്ടോ, ഇത് ചൈനയുടെ പവലിയൻ്റെ എൻട്രൻസ് ആണേ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പൂക്കളെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എന്തോരം ഫ്ലവറാണ്. ഒന്നാമത് എനിക്ക് ഫ്ലവറും പ്ലാന്റ് എന്ന് പറയുന്നത് എൻ്റെ വീക്ക്നെസ്സാണ്. അതിനോട് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ശരിക്കും ഞാൻ ജസ്റ്റ് പറയുമായിരുന്നേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 o'clock ആകുമ്പോഴേ അവിടെ ചെല്ലണം. വൈകുന്നേരം 4 o'clockനാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് തുറക്കുന്ന അതിൻ്റെ ഓപ്പണിംഗ് ടൈം കേട്ടോ. ഒരു 4 o'clock തൊട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഈവനിങ് വൈബിൽ ഇതെല്ലാം കണ്ട് നൈറ്റിൽ മൊത്തം കണ്ട് എന്നിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ വേറൊരു ഫീൽ. ഇതിപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇരുട്ടായതുകൊണ്ടേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 12 വർഷം കൂടിയിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത്. ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇറ്റി നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നില്ലേ എന്ന്. അങ്ങനെ ലാസ്റ്റ് പോയതാട്ടോ. നമുക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. നമ്മൾ ആദ്യമേ പോയിട്ട് നമ്മളങ്ങ് നടന്നു മടുത്തൊരു 12 വർഷം മുമ്പാന്ന് ഓർക്കണം കേട്ടോ. നടന്നു മടുത്തോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അതിലേക്ക് വരാം. ഇത് കണ്ടോ, ചൈനയുടെ പവലിയൻ്റെ ഫ്രണ്ട് കണ്ടില്ല, അതിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ആട്ടോ ചൈന. എന്ത് ഭംഗിയാന്ന്, നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും ഭയങ്കര ഇത്ര ആൾക്കാർ വരുന്നിടത്ത് ഇതിനൊന്നും ഒരു പ്രശ്നവും വരാതെ ഇത്രയും മനോഹരമായിട്ട് ഇവർ സൂക്ഷിക്കുന്നെന്നുള്ള സമ്മതിക്കണം. ഫോട്ടോയൊക്കെ എടുക്കാനാണെങ്കിൽ പോകുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ പവലിയനിൽ നിന്ന് ഫോട്ടോ എടുക്കാം, ഇതുപോലത്തെ ഗാർഡൻ്റെ അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ ചൈനയൊക്കെ പിന്നിട്ട് നമ്മൾ ജപ്പാൻ്റെ പവലിയനി വന്നു കേട്ടോ. ജപ്പാൻ്റെ പവലിയനി വന്നപ്പം അവിടെ നല്ല ഡാൻസ് നടക്കുന്നുണ്ട്. എല്ലാ പവലിയൻ്റെയും പ്രത്യേകത അവിടെ സ്റ്റേജ് ഉണ്ടാവും. അവരുടെ കൾച്ചറൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ജപ്പാൻ്റെ പവലിയൻ വന്നപ്പം ജപ്പാൻകാരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ജാപ്പനീസ് സുന്ദരിമാരുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം ഡാൻസ് നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാൻസ് കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സായി കിമോനോ ഒക്കെ ഇട്ടിട്ടുള്ള ഡാൻസ് കളിയല്ലേ, ശരിക്കും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അവരുടെ എല്ലാ ട്രഡീഷണൽ ഡ്രസ്സും എനിക്കൊന്ന് ഇങ്ങനത്തെ ഫ്ലോറൽ ഡിസൈനിലുള്ള ഡ്രസ്സാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇട്ടുള്ള ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അതിലേലും പണ്ടേ നമുക്ക് ഡാൻസ് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഡാൻസ് എല്ലാം കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ജാപ്പനീസ് പവലിയന് വന്നിട്ട് അവരുടെ കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മാമാ. അങ്ങനെ അവരുടെ ജാപ്പനീസ് ചീസ് കേക്കില്ലേ, അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ. ഞാൻ ഇതുവരെ പണ്ടെങ്ങാണ്ട് കഴിച്ചിട്ടുള്ള, പിന്നെ കഴിക്കാനൊന്നും ആഗ്രഹമൊന്നും തോന്നിയില്ല. പക്ഷെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ
ഉണ്ടല്ലോ, സത്യം പറഞ്ഞ് എനിക്ക് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് അവിടുത്തെ പവലിയനിൽ വന്നിട്ട് അവിടുത്തെ പവലിയനല്ല, ഗ്ലോബൽ വില്ലേജ് വന്നിട്ട് ആദ്യം എക്സ്പ്ലോർ ചെയ്ത ഫുഡ് ഈ ജാപ്പനീസ് ചീസ് കേക്ക് കേട്ടോ. ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഞാനും ചേടും. നമ്മുടെ ജസ്റ്റ് അതൊന്നും ട്രൈ ചെയ്ത് പോലും നോക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്ക്, ചീസ് കേക്കാണ്. പിന്നെ ഓരോ കൺട്രീസിൻ്റെ ഓരോ ഡിഷ് നമ്മളൊന്നും അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെയാണെന്ന്. പക്ഷേ നമ്മുടെ ജസ്റ്റിമോന് ഇഷ്ടമല്ലാത്ത ഒരു സാധനവും കഴിക്കുകയില്ല. അത് എത്ര നല്ല സാധനമാണേലും ഞാൻ കുറേ നിർബന്ധിച്ചൊക്കെ നോക്കി, പക്ഷെ പുള്ളി കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഞാനും ജേഡും കൂടെ ഒന്ന് കേക്കൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നിടത്തൂടെയും പോകുന്നിടത്തൂടെയും ഒക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അയ്യോ അല്ല, ആൾക്കാർ നമ്മളെ നോക്കുമല്ലോ, അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഫുഡും ഡാൻസും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയ പവലിയനാണ് അമേരിക്കാസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയും കുറേ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കുറച്ച് നേരം വായി നോക്കിയൊക്കെ നിന്ന് അവരുടെ ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ മെക്സിക്കൻ ട്രഡീഷണൽ ഡിഷ് കേട്ടോ. ട്രഡീഷണൽ ഡിഷ് എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല, ഒരു മെക്സിക്കൻ ഡിഷ്. ഇതിൻ്റെ പേര് ചമോയ് എന്നാണ് കേട്ടോ. മാമാ കൊക്കോടെ മെക്സിക്കൻ ചമോയ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിവിടെ കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർമെലൻ, പൈനാപ്പിൾ, മാംഗോ ഒക്കെ ഇട്ടിട്ട് അവരുടെ ഒരു പ്രത്യേക സ്പൈസസിനകത്ത് ലെമണും ഒക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് ജസ്റ്റ് കമ്പേ കുത്തി വേണേൽ കോലെ കുത്തി കഴിക്കുന്നൊരു സാധനം. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് നമ്മൾ എന്താ പറയുക, പണ്ട് മുളകിനകത്തും ഒക്കെ ഇട്ട് നമ്മൾ ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കില്ല. അതിൻ്റെ വേറൊരു എന്താ പറയുക, ഒരു കുഞ്ഞമ്മയുടെ മകനായിട്ട് വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പുളിയൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ജസ്റ്റിയോട് പുളിയാന്ന് പറഞ്ഞപ്പോഴേ ജസ്റ്റ് ഇത് കഴിച്ചു. കൊച്ചും കുറച്ച് കഴിച്ചു. പക്ഷേ ഒത്തിരി അവർ നമ്മളോട് ചോദിക്കും സ്പൈസ് ലെവൽ എങ്ങനെ വേണമെന്ന്. അപ്പോൾ നമ്മുടെ സ്പൈസ് ലെവൽ പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പവലിയനും നോക്കി കിടക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി പവലിയനുണ്ട്. നമ്മളെല്ലാ പവലിയനിലൊന്നും കയറിയില്ല. കാരണം എല്ലാ പവലിയനിലും കയറുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോകുന്ന പോലെ പോകേണ്ടി വരും. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളിനി ഒന്നുകൂടെ വരും. എന്താ പറയുന്നത്, നമ്മുടെ ഗ്ലോബൽ വില്ലേജ് മെയ് മാസം വരെയുണ്ട്. അപ്പോൾ മെയ്ക്ക് മുമ്പ് നമുക്ക് ഒന്നുകൂടെ വരണം. നമ്മൾ പോകാതിരുന്നത് വളരെ ബുദ്ധിമോശമായി പോയെന്ന് തോന്നി, ഇത്രയും താമസിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതുവഴി നടന്നു. പിന്നെ അവിടെ ഒരു മെയിനായിട്ടൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഈ എല്ലാ പവലിയൻ്റെയും നടുക്ക് ഒരു മെയിൻ എന്താ പറയുന്ന സ്റ്റേജ് ഉണ്ട്. അവിടെ എല്ലാ കൺട്രീസിൻ്റെയും ഡാൻസുകളും പരിപാടികളും ഒക്കെ ഉണ്ട്. നമ്മളവിടെ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒന്ന് ജയ്ഹോയുടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വേറൊരു ഹിന്ദി പാട്ട്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചിഫിക്കേഷനൊക്കെ തോന്നി. പക്ഷേ ആ സമയത്ത് നമ്മൾ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുന്ന ഒരു ഗെയിമിൻ്റെ അവിടെ നിൽക്കുമായിരുന്നത് കൊണ്ട് അത് കാണാം, അല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് അവിടെ വെടിക്കെട്ടുണ്ടായി. ഉണ്ടാകുമല്ലേ, വെടിക്കെട്ടുണ്ടായി എന്നല്ല, നമ്മുടെ കരിമരുന്ന് കലാപ്രകടനങ്ങൾ എന്ന് പറയുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഫയർ വർക്കൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ജയുടെ ഒരു ഗെയിമിന് വേണ്ടി പോയി ക്യൂ നിന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ വെടിക്കെട്ട് നടന്നത്. ഞാൻ ജസ്റ്റ് കുറേ വിളിച്ച് ജസ്റ്റ് ഇത് വെടിക്കെട്ട് വന്ന് കാണുക, ആരെയാണ് വിളിക്കുന്നത് അല്ലേ. ഇതാണ് ആ ഗെയിം സെക്ഷൻ. ജഡുവിൻ്റെ നിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ ഒളിമ്പിക്സിന് പുള്ളി എന്തോ മത്സരത്തിന് നിൽക്കുവാന്ന് തോന്നും. എന്താ ഒരു അഭിമാനം മുഖത്ത് നോക്കി, ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര ആത്മാഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഓരോ പെയറായിട്ടാണ് കടത്തി വിടുന്നത്. നോക്കുമ്പോൾ ജഡുവിനൂടെ കയറുന്നത് ഒരു കുഞ്ഞു പെങ്കോച്ച്, ബംഗ്ലാദേശിൽ നിന്നുള്ള പെങ്കോച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവർ രണ്ടുപേരും കുഞ്ഞതായതുകൊണ്ട് മോനും കൂടെ വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാമി അങ്കത്തട്ടിലോട്ട് ഞാനും ചെന്ന് കളിക്കാൻ വേണ്ടി. ജഡുവിന് എന്താ പറയുന്നത് ബ്ലൂ ബോളാണ് കിട്ടിയത്, ആ പെങ്കോച്ചായതുകൊണ്ട് അതിന് പിങ്ക് കിട്ടി. അങ്ങനെ ഞാനും ജഡുവിനെ ഹെൽപ്പ് ചെയ്തു, ആ കൊച്ചിൻ്റെ മദർ അതിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വാശി വീറുമായിട്ട് പൊരിഞ്ഞ കളി ഞാനും ജഡു. മുമ്പേ ജഡുവിനായിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന ഫീല് തോന്നിയെങ്കിൽ ഇപ്പോൾ എനിക്കാണ് തോന്നിയത് ഇതൊരു ഒളിമ്പിക്സ് ഐറ്റമാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഒന്നുമില്ല, ആ പന്തെടുത്ത് മണ്ടലോട്ട് എറിയുക, അതിനകത്ത് കൊള്ളുക. ഒരു ബാസ്ക്കറ്റ് പോലുണ്ട്, അതിനകത്തുനിന്ന് പുറത്ത് വരുന്നത് അതിനകത്തോട്ട് ഇടുക. ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ പന്ത് ഏറ്റവും സ്പീഡിൽ എറിഞ്ഞു തീർക്കുന്ന ആൾക്കാണ് ഗിഫ്റ്റ്. അങ്ങനെ ഞാനും ജഡു സക്സസ്ഫുള്ളി പന്തെറിഞ്ഞ് തീർത്തു. ഞങ്ങൾ ജഡുവിനോട് പറഞ്ഞു, ജഡു അമ്മ വന്നില്ലായിരുന്നു, ജഡുവിൻ്റെ മാനം കപ്പൽ കയറിയായിരുന്നു, ഒരു കുഞ്ഞ് പെങ്കൊച്ചുമായിട്ട് തോറ്റു പോകത്തില്ലായിരുന്നു അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഗെയിമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും ജഡുവും കൂടെ പുറത്തിറങ്ങി. അപ്പോഴാണ് പുള്ളി ഓർത്തത്, കർത്താവേ ഞാൻ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നില്ലല്ലോ എന്ന്. നമ്മളൊരു ബർഗറായിരുന്നു പറഞ്ഞത് കേട്ടോ. അങ്ങനെ നേരെ ബർഗർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അവിടെ നിന്ന് ബർഗറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണിച്ചൊരു പൊട്ടത്തരം എന്നാന്ന് വെച്ചാൽ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ശരിക്കും തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോലെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ വെറൈറ്റി
രുചിയുടെ അങ്ങേയറ്റമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയവൻ എന്നോട് പറഞ്ഞു, വേണ്ട ലിറ്റി, നമുക്ക് തായ്ലൻഡിൻ്റെ പവലിയനിൽ പോവാം, അവിടെ നല്ല അടിപൊളി മാംഗോ സ്റ്റിക്കി റൈസ് ആയിരിക്കുന്നു. അതുകൊണ്ട് ജസ്റ്റ് പറയുന്നത് കേട്ട് ഇവിടെ നിന്ന് കഴിച്ചില്ല. പക്ഷെ അത് വലിയൊരു അബദ്ധമായിരുന്നു കേട്ടോ. ഏറ്റവും നല്ല അടിപൊളി മാംഗോ സ്റ്റിക്കി റൈസും സ്ട്രീറ്റ് ഫുഡും ഒക്കെ കിട്ടുന്നത് ഇതേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന്, ഫ്ലോട്ടിംഗ് മാർക്കറ്റില്ല. ആ വെള്ളം കണ്ട് ഞെട്ടുമൊന്നും വേണ്ട, ആ ഫ്ലോറിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ട് വെള്ളം അങ്ങനെ കേട്ടോ. പക്ഷേ ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു അടിപൊളി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെയായിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാർ ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി ടൈപ്പ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ സീ ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഫുഡ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഇതിൻ്റെയൊക്കെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്കിതെല്ലാം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, നമുക്കൊരു വയറല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് ഓർത്തു, സഹിച്ചു. അത് തന്നെയല്ല കേട്ടോ, അതും ഇതും കണ്ടടച്ചാണ്ടി സാധനം എല്ലാം വാങ്ങിച്ചിട്ടേ വിശക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെന്ന് കയറി കൊടുത്താണ് ഈ ഒരു സാധനം. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ട് കാണും ഇവന്മാരുടെ കോനാകൃതി, ഇവന്മാരൊരു കമ്പിൻ്റെ അറ്റത്ത് ഒരു ഐസ്ക്രീമിൻ്റെ കോണും വെച്ചുകൊണ്ട് നമ്മളിട്ട് പറ്റിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞ് ഇവന്മാരുടെ വലിയൊരു ബിസിനസ്സാണ് കേട്ടോ. നമ്മൾ ചുമ്മാ തമാശയ്ക്ക് കയറി കൊടുത്താലും പിന്നെ നമുക്ക് വേണ്ടെന്ന് വേണേൽ പറയാം, നമുക്ക് വേണേ വാങ്ങിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരൊറ്റ ഐസ്ക്രീമിനുണ്ടല്ലോ ഒരു കോണിന് 30 ദിറംസ്, ഞങ്ങൾ 3 പേർക്കും കൂടെ 90 ദിറംസ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പക്ഷേ എന്നാളും ആരും വേസ്റ്റ് ഒന്നും ചെയ്തില്ല. ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല, ജസ്റ്റ് അങ്ങനെ കഴിക്കത്തില്ല. എന്നാളും ജേഡ് 3 ഐസ്ക്രീം കഴിച്ചു കേട്ടോ. 3 പേർക്കും 3 വെറൈറ്റി ഫ്ലേവറും ആയിരുന്നു. പക്ഷേ എന്നാളും കൊച്ചിനെ അവർ കുറേ പറ്റിച്ചു. കൊച്ചിനെയും പറ്റിച്ചു, എന്നെയും പറ്റിച്ചു, ജസ്റ്റിയെയും പറ്റിച്ചു. പിന്നെ ജസ്റ്റിയെ പറ്റിക്കപ്പെടുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല. പിന്നെ രസമുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മുടെ അട്ടഹാസമൊക്കെ കേട്ടിട്ട്. പക്ഷേ നമ്മളെപ്പോലെ പറ്റിക്കപ്പെടാൻ കയറി നിന്ന് കൊടുത്തത് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ വന്നു കേട്ടോ. അവന്മാർക്കൊരു ബിസിനസ്, നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ആശ്വസിക്കാം, 90 ദിറംസ് പോയാൽ എന്താ, കുറച്ച് സന്തോഷം കിട്ടിയില്ലേ, കാശ് പോട്ട് പവർ വരട്ട്. അങ്ങനെ കാശ് പോയെങ്കിലും പവർ വന്നു. ആ ഒരു സന്തോഷത്തിൽ നമ്മളവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ശരിക്കും കുറേ നേരം ഉണ്ടല്ലോ ഈ വീഡിയോ. ഇത് നിങ്ങളെ ജസ്റ്റിയെ കൂടെ പറ്റിക്കണ്ടോ, ജസ്റ്റി അവർ കുറേ വിളിക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റിയും ചെന്ന് കയറി കൊടുത്തു. പാവം ജസ്റ്റിയെ പറ്റിക്കുന്ന ഞാൻ കാണിച്ചില്ല, കാരണം ഈ വീഡിയോയുടെ ലെന്ത് കൂടുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ അടുത്തത് പോയതാണ് ഈ ഒരു ഷോപ്പിൽ, ബിസ്കോ എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഇവിടുത്തെ ബിസ്കോ കോഫി. അതുകൊണ്ട് തന്നെ ഞാനും പോയി ക്യൂ നിന്നു, കാരണം ഞാനൊരു കോഫി ലവർ ആയിട്ടും. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് ജസ്റ്റിയുടെ ഒരു ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്തു. അവരും പറഞ്ഞു നല്ല അടിപൊളി കോഫിയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നു, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും പോയി വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച കോഫിയുടെ പേര് ടിറാമിസു ലാറ്റെ എന്ന് പറഞ്ഞിട്ടൊരു കോഫി ആയിരുന്നു കേട്ടോ. ഒരു ലാറ്റയാണ് വാങ്ങിച്ചത്. പക്ഷേ മിസ്സു ലോഡഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് ഏറ്റവും വൈറൽ സാധനം അവരുടെ, മിസ്സു ലോഡഡ്. പക്ഷേ മിസ്സു ലോഡഡൊന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ബിസ്ക്കറ്റൊക്കെ ഇട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു കേക്കില്ലേ മിസ്സുവിൻ്റെ, ആ ഒരു കേക്കൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പക്ഷേ പോകുമ്പം ഒന്ന് കഴിച്ചു നോക്കണമെന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റയിലെ ആൾക്കാർ ഇതുപോലെ കമൻറ്റും ഇടുന്നുണ്ട്, ഈ കാണുന്ന ഗുമ്മൊന്നും ഇല്ല എന്ന്. നമുക്കറിയില്ല, പക്ഷേ ഭയങ്കര വൈറലാണ് സംഭവം എന്ന് മാത്രം അറിയാം. അങ്ങനെ അവിടുന്ന് എന്താ പറയുക, കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ശ്രീലങ്കൻ പവലിയൻ്റെയും UAE പവലിയൻ്റെയും പാകിസ്ഥാൻ പവലിയൻ്റെ ഒക്കെ മുമ്പിൽ കൂടെ പോയി. ഞങ്ങൾ നോക്കുമ്പോൾ അതുകൊണ്ട് ഒരു വണ്ടി കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു ഗായ്സ്, കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന വണ്ടിയുടെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഇവിടെ നമ്മൾ എത്ര നടന്നാലും നമുക്ക് മടുക്കുകയില്ല കേട്ടോ. എനിക്കൊന്ന് 5.5 മണിക്കൂർ നടന്നു അതിനകത്തൂടെ, പക്ഷെ നമുക്ക് ഒരു തരം മടുപ്പ് തോന്നിയില്ല. ഒരിടത്തും നമ്മളൊന്നും ഇരുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് തായ്ലൻഡ് പവലിയനിലാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലക്ഷ്യം, ഇവിടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ പോയി ക്യൂ നിന്ന് ഫൈനലി നമ്മുടെ ടേണായി. എനിക്കൊരു മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിച്ചു. പിന്നെ ജസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ജസ്റ്റിക്ക് ഈ ഐസ്ക്രീമും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ മാംഗോ സ്ലൈസ് വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസിൽ റൈസ് വലുതായിട്ട്, സ്റ്റിക്കി റൈസ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കരമായിട്ട് മധുരം, എന്താ പറയുന്നത്, അഡീഷണൽ ഷുഗർ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൈസിനകത്ത് കേട്ടോ. അതല്ലായിരുന്നേ വലിയ കുഴപ്പമൊന്നുമില്ല, സ്റ്റിക്കി റൈസ് തന്നെ ആയിരുന്നെങ്കിൽ ആ മിൽക്കൊക്കെ ഒഴിച്ചിട്ട്. പക്ഷേ മാംഗോ പറയാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ, എന്നാ അടിപൊളി യമ്മി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാംഗോ കഴിച്ചതിന്. അതും വലിയൊരു മാംഗോ, അതൊന്നും അവർ പിശുക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. മാംഗോ ഇടുന്നതിലൊന്നും. ഞാൻ ജസ്റ്റോട് പറഞ്ഞു, ജസ്റ്റ് ഒരു സ്പൂൺ കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് എല്ലാവരിക്കണം കഴിക്കുന്നത്, ജസ്റ്റ് കഴിച്ചൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ജപ്പാൻ്റെ പവലിയനിൽ തിരിച്ചു വന്നു കേട്ടോ. ജപ്പാൻ്റെ പവലിയനകത്തോടെ കയറിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ശരിക്കും ജപ്പാനിലൊക്കെ പോയൊരു ഫീല്. അവിടെ എനിക്ക് തോന്നുന്നത് ജേഡുന് എന്തോ ഒരു സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ പേരൊന്നും എന്നോട് നിങ്ങൾ ചോദിച്ചേക്കരുത്, കൊച്ചിനോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ. കൊച്ചപ്പം ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. അതൊക്കെ ഈ പിള്ളേരുടെ ചോദിച്ചാലത് ഈ മാതിരി കോനാകൃതി സാധനം ഇല്ല, അതിൻ്റെ എന്തോ പേരാ. പിന്നെ ഒരു വാളും, ഒരു വടിവാൾ
വടവാളല്ല സോറി വടിവാൾ, ദേ ഈ കൈ ഇരിക്കുന്ന സാധനം ഇതാണ് മെയിനായിട്ട് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് പിന്നെ കയ്യിൽ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചു. ആ സാധനം തപ്പിപ്പോയതാട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ പവലിയനിലും ഒരേ ഷോപ്പിൻ്റെ പലതരം ഷോപ്പുകൾ കാണും ഒരേ സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല, നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അവർ പറയുന്ന വിലയ്ക്കൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത്. അങ്ങനെ ജഡുവിൻ്റെ ആഗ്രഹത്തിന് ജഡുവിൻ്റെ ഒരു വടിവാൾ പിന്നെ വടവാൾ എന്നല്ലേ, വടിവാളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ട് കൊച്ചു ഹാപ്പിയായി. പിന്നെ കൊച്ചിനൊരു ടീഷർട്ട് വാങ്ങിക്കണമെന്ന് നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതില്ല. എല്ലാം ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഡാർക്ക് കളറും വല്ലാത്ത പടമൊക്കെ ആയിട്ട്. അതുകൊണ്ട് അത് ടീഷർട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും ജഡുവൊക്കെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ശരിക്കും ഒരു ജപ്പാനിലെ സ്ട്രീറ്റിൽ കൂടെ പോകുന്ന പോലെ തന്നെയില്ല ഇങ്ങനെ നോക്കുമ്പോൾ. ഇത് കണ്ടാൽ ഗ്ലോബൽ വില്ലേജ് ആണെന്ന് പറയുമോന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജപ്പാനിൽ കൂടെ പോകുന്ന പോലെ തന്നെ. നമുക്ക് വലിയ കാശ് മുടക്കൊന്നുമില്ല. നമുക്ക് ജപ്പാൻ മാത്രമല്ല കേട്ടോ, അങ്ങനെ പല പല കൺട്രീസിൽ കൂടെയും പോയിട്ട് വരാം. ഇതുവരെ നിങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോയിട്ടില്ല എങ്കിൽ, അബുദാബി, ദുബായ് അല്ല യു എയിൽ താമസിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒന്ന് പോകേണ്ട ഒരു സംഭവം കേട്ടോ ഗ്ലോബൽ വില്ലേജ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും സംഭവമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുമ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലേ മോശമാണ്. എന്തോ ഒരു ആൾക്കാരൊക്കെ എന്തോരോ സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയോ. അതിൽ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഒമാനിൽ നിന്നൊക്കെ എന്തോ ഒരു ആൾക്കാരെന്ന് പറയുക അവരുടെ വണ്ടിക്ക് വന്നേക്കുന്നത്. ഒമാൻ രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ പറയുമല്ലോ ഈ യെല്ലോ കളറ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ളതാണ് ഒമാൻ വണ്ടി. ആ പാർക്കിംഗ് ലോട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഒമാൻ വണ്ടീസായിരുന്നു കിടന്നതെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ വരാൻ വേണ്ടിയിട്ട് മാത്രം ഒമാനിൽ നിന്ന്. പിന്നെ പോകുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് വീക്ക് ഡേയ്സിൽ പോവുകയാണ് ഇച്ചിരി നല്ലതായിരിക്കും. വീക്കെൻഡിൽ ഭയങ്കര റഷാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വീക്കെൻഡിലല്ല അവധിയല്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും ക്രൗഡ് വരുന്നതാണെന്നോ ഇതുപോലെ ആൾക്കാരുള്ളതിൻ്റെ ഒന്നും ഒരു പ്രശ്നം അവിടെ ഇല്ല. നമുക്ക് തോന്നുന്നത് ഇത്രയും ക്രൗഡാണല്ലോ എന്നൊക്കെ. ആദ്യമേ ക്രൗഡ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വരെ നോക്കി കേട്ടോ. നമ്മൾ ഓർത്തെന്നാൽ തിരിച്ചു പോയിട്ട് വേറൊരു ദിവസം വന്നാലോ എന്ന്. പിന്നെ ഓർത്തു ഇത്രയും വന്ന് മെനക്കെട്ട് വന്നിട്ട് ഇനി തിരിച്ചു പോകുന്നത് എന്തിനാണെന്ന് കരുതി കയറുക. പക്ഷേ കയറിയപ്പോൾ അതിൻ്റെ ഒരു വിഷമങ്ങളും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് നോക്കി ആൾക്കാർ ബനാനയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് എന്താ അല്ലേ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിനൊരു ഹോട്ട് ഡോഗ് വേണമെന്നും പറഞ്ഞിട്ട് ഹോട്ട് ഡോഗ് വാങ്ങിക്കാൻ കയറുക കേട്ടോ. ഹോട്ട് ഡോഗ് തന്നെയല്ല എന്തൊക്കെയോ പേര് ഞാൻ പറഞ്ഞില്ല, അത് പല സാധനങ്ങളുടെയും പേര് തന്നെ എനിക്കറിയത്തില്ല. ജസ്റ്റിക്ക് വാങ്ങിച്ചു കൊടുത്ത ഐസ്ക്രീം തൊട്ട് ജസ്റ്റ് കഴിച്ചും കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് നോക്കി അതിൻ്റെ റൂഫിൽ നോക്കിയേ പല പല ഹോട്ട് ഡോഗുകൾ, പിന്നെ പിസ്സ, പാസ്ത, അങ്ങനെ പല പല സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ തൊട്ട് നമ്മുടെ ജസ്റ്റ് പറയുന്നതാണ് ഈ ബോസ്നിയൻ പവലിയനിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബോസ്നിയൻ ഫുഡ് കഴിക്കണമെന്ന്. എന്തോ അതിൻ്റെ പ്രത്യേകത എന്നൊന്നും മനസ്സിലായില്ല. എനിവേ ജസ്റ്റിയും കൊച്ചും ബോസ്നിയൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓരോ റെസ്റ്റോറൻറ്റും ഒരെണ്ണം ഒന്നുമല്ല, പലയിടത്തും ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊത്ത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പവലിയൻ ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്താ ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലേ എനിക്കറിയില്ല ആസ് എ ഇന്ത്യൻ എനിക്ക് എന്തുമാത്രം പ്രൗഡ് ഫീലായിരുന്നെന്ന്. അവിടെ നിന്ന് എന്തോരം പല പല കൺട്രീസിലുള്ള ആൾക്കാർ ഇന്ത്യയുടെ പവലിയൻ്റെ ഇന്ത്യയുടെ ആ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നു, അവിടെ പോസ്റ്റ് ചെയ്യുന്നു, സെൽഫി എടുക്കുന്നു, എല്ലാം കണ്ടപ്പോഴേ അത് പ്രത്യേകിച്ച് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, മുമ്പേ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നല്ലായിരുന്നു, ഈ സൈഡിൽ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായി. ഈ ഫ്ലവേഴ്സ് എല്ലാം വന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ ആണ് കേട്ടോ. ശരിക്കും എന്താ പറയുന്നത്, ഒരു ഇന്ത്യൻ ആയതിൽ നമുക്ക് അഭിമാനം തോന്നും. അവിടുത്തെ ഏറ്റവും വലിയ പവലിയൻ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പവലിയനെ വലിയൊരു ആനയൊക്കെ വെച്ചിട്ട്, എനിക്കൊന്ന് ശ്രീലങ്കൻ പവലിയനിലും ആനയൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും വലിയ ഗജവീരനൊക്കെ നമ്മുടെ ഇന്ത്യൻ പവലിയനുള്ളൂ. ഏതോ ഒരു കിങ്ങിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഇന്ത്യൻ പവലിയൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഒരു മ്യൂസിക് കേൾക്കാം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതും കൂടെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് നാഷണൽ ആന്തം നമ്മുടെ ജനഗണമന വരെ പാടണമെന്ന് തോന്നിപ്പോയി. ഞാൻ തള്ളായിട്ട് പറഞ്ഞതല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്ത്യൻ പവലിയൻ. ആൾക്കാരെല്ലാം അതുപോലെ മടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഇടയുണ്ട്. അവിടെ എല്ലാം ഇരുന്ന ആൾക്കാർ ഇങ്ങനെ ആ ഇന്ത്യയുടെ ഇതെല്ലാം കാണുമ്പോൾ, അത് ഇന്ത്യയുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇനി വേറൊരു പ്രാവശ്യം പോകുമ്പോൾ കാണിക്കാം കേട്ടോ. ഒത്തിരി ഷോളുകളും നമ്മുടെ ചെരുപ്പുകളും നമ്മുടെ ബാക്കി സാധനങ്ങളും നമ്മുടെ പേഴ്സും, അങ്ങനെ ഇന്ത്യ എന്നുള്ള എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഒത്തിരി ആൾക്കാർ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹാപ്പിനെസ് ഗേറ്റ് വഴി കയറുമ്പം ഇന്ത്യയാണ് ആദ്യം, ഇതിൻ്റെ ഒരു സൈഡാണ് ഹാപ്പിനെസ് ഗേറ്റിൻ്റെ അതുവഴി കയറുന്നത്.
അപ്പോൾ ജസ്റ്റിക്ക് അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് മാത്രം ട്രൈ ചെയ്തില്ല മോശമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു പൊറോട്ട റോൾ അങ്ങനെ എന്തോ ജസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ട റോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ബാക്കി വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് കേട്ടോ. ഇതോടെ നമ്മുടെ തെണ്ടിത്തിരൽ അവിടെ തീരുക. നമ്മൾ നടന്ന് ഞാൻ പറഞ്ഞില്ലേ 5.5 മണിക്കൂർ എടുത്തു. പക്ഷേ ഈ 5.5 മണിക്കൂർ മടുത്തുമില്ല ഒന്നുമില്ല. പക്ഷേ ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, കവി എന്താണ് ഇത് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുമ്മാ ഒരു പോസ് എടുത്താൽ കേട്ടോ. ഞങ്ങൾ നടന്നതിൻ്റെ ശരിക്കും നമ്മൾ പോകുമ്പം എല്ലാവരും ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോകണം. കാരണം അത്രയും മണിക്കൂർ നടക്കാനുള്ളല്ലേ, കാലൊന്നും വേദനിക്കാതിരിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ജനലക്ഷങ്ങൾ വരുന്ന ഒരു ഗ്ലോബൽ വില്ലേജിൽ ഒരു പൂ പോലും ഒരു മനുഷ്യൻ പറിച്ചു കളഞ്ഞിട്ടില്ല, ഒരു ചെടി നശിപ്പിച്ചിട്ടില്ല, ഒരു സാധനങ്ങൾ നശിപ്പിച്ചിട്ടില്ല, ഒരു വേസ്റ്റ് പോലും ആൾക്കാർ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെങ്കിലും എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്ത് വെൽ ഓർഗനൈസ് ചെയ്ത് അവരത് ഇത് ചെയ്തേക്കുന്നതെന്ന് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ചുറ്റിത്തിരിഞ്ഞ് പിന്നെ നമുക്ക് നടക്കാൻ പാടൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റും. വീൽ ചെയർ പോലത്തെ സാധനങ്ങൾ, അതല്ലാതെ ഇരുന്ന് പോകുന്നൊരു വണ്ടിയുണ്ട്, അത് കിട്ടും. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിടാനായിട്ട് ട്രോളി നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി റെൻറ്റിന് എടുക്കുന്ന. അതെല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് വന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും ഒത്തിരി എനിക്കൊന്നൊരു 11 മണിയോളമായി. അപ്പോഴത്തേനും 11 കേട്ടോ, 12 മണിയോളമായി. ആ സമയത്തും കണ്ടില്ലേ എന്തോരം തിരക്കാന്ന് പാർക്കിങ്ങിലോട്ടിലൊക്കെ ഇഷ്ടം പോലെ വണ്ടി ആ സമയത്തും കിടപ്പുണ്ട്. എനിക്കൊന്ന് 1 മണി വരെയാണെന്ന് തോന്നുന്നു വീക്കെൻഡിൽ അവിടുത്തെ ക്ലോസിങ് ടൈം. ബാക്കിയുള്ളപ്പോൾ 10 മണിയാണെന്ന് തോന്നുന്നു. പക്ഷേ വീക്കെൻഡിൽ 1 o'clock വരെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുബായ് നോക്കി രാത്രി 12 മണിക്കും ഇതാണ് ദുബായിലെ ട്രാഫിക്. എന്താ പറയുന്നത് അല്ലേ, ഉറക്കമില്ലാത്ത ദുബായ് മാത്രമല്ല കേട്ടോ, മൊത്തം ഇങ്ങനെ, പ്രത്യേകിച്ച് അബുദാബിയൊക്കെ ഇങ്ങനെ. പക്ഷേ ദുബായിലെ തിരക്ക് നോക്കി. ഇതിപ്പോൾ എനിക്കൊന്ന് 12 മണി കഴിഞ്ഞു, 12-12:15 അവിടെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ആ സമയത്ത്. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ പൊന്നു മക്കളെ, നിങ്ങൾ അബുദാബി ദുബായ് ഒക്കെ വരണം. ഏത് കൺട്രീസിൽ പോയാലും ഈ ഒരു ഫീൽ കിട്ടുകയില്ല കേട്ടോ, ഈ നൈറ്റ് ലൈഫിൻ്റെ. ശരിക്കും എല്ലാ റെസ്റ്റോറൻറ്റും ഈ സമയത്ത് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജൊക്കെ കറങ്ങി, നമ്മളെല്ലാവരും കറങ്ങിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുബായ് ഒക്കെ കഴിഞ്ഞു നമ്മൾ അബുദാബി കയറി കേട്ടോ. മരങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ ദുബായ് അബുദാബി തമ്മിലുള്ള വ്യത്യാസം. ഗ്ലോബൽ വില്ലേജൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ പോകണം. ഇനിയും പോകുമ്പം നമ്മൾ ഇതുവരെ കയറാത്ത പവലിയനൊക്കെ കയറി കാണിക്കാം. ഒത്തിരി കൊറിയൻ പവലിയനൊന്നും കയറിയിട്ടില്ല, ഒത്തിരി രാജ്യത്തിൻ്റെ പവലിയനുണ്ട് ഇനിയും കയറാനായിട്ട്. കയറിയ കുറച്ച് പവലിയനെ കാണിച്ചോളൂ എന്നറിയാം. സാരമില്ല, ആ വിഷയം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മാറ്റിത്തരാം. അങ്ങനെ തിരിച്ചു വരുന്നത് വഴിയായപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഇനി നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് പോകാമെന്ന്, എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊന്തയൊക്കെ ചൊല്ലി ഞങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ, ലോങ് ഡ്രൈവ് അല്ല കേട്ടോ, ഇച്ചിരി ഒരു 15 മിനിറ്റ് കൂടുതൽ ഡ്രൈവ് എടുക്കുമ്പോൾ രാത്രി നമ്മൾ വണ്ടിയിലിരുന്നാണ് കൊന്തയിലിരുന്നത്. സാധാരണ സത്യക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് കൊന്തയൊക്കെ ചൊല്ലി. അപ്പോഴത്തേനും കൊച്ചിറങ്ങി, ഞാനും ജസ്റ്റിയും കൂടെ കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ പോന്നു. അത് തന്നെ നമുക്ക് ഉറക്കമൊന്നും വരില്ല, നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ പോരുവാണെങ്കിൽ. അബുദാബിക്ക് നമ്മൾ വന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ സിറ്റിയും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം അബുദാബി വന്നു കഴിയുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, വേറൊരു റൊമാൻസിഫിക്കേഷൻ. എല്ലാ റൊമാൻസിഫിക്കേഷനാണ്. ഇത് എയർപോർട്ടിൻ്റെ ഏരിയ കേട്ടോ. അങ്ങനെ എയർപോർട്ടെല്ലാം കടന്ന് നമ്മുടെ നമ്മുടെ വാഹനം നമ്മുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ചിന്തിക്കും, ദൈവമേ ഇത്ര സമയമായി, ഇനി വീട്ടിൽ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് എപ്പോൾ കിടക്കും ദൈവമേ. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ, രാവിലെ പള്ളിയിൽ പോകാൻ എഴുന്നേക്കുമോ, കൊച്ചിനെ വേദപാഠത്തിന് വിടുമോ, അങ്ങനെ 1000 ചിന്തകൾ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പൈനാപ്പിൾ ബിൽഡിംഗ് ആണെന്ന് നോക്കി ഇങ്ങോട്ട് വന്നപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.